നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ബന്ധു നിയമനത്തിലെ ലോകായുക്ത വിധിയിൽ മന്ത്രി കെ ടി ജലീലിന് പിന്തുണയുമായി സർക്കാരും പാർട്ടിയും. ജലീൽ ഉടൻ രാജിവെക്കേണ്ടതില്ല എന്ന് നിയമമന്ത്രി എ കെ ബാലനും CPM ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനും അഭിപ്രായപ്പെട്ടു. CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്താണ് CPM നിലപാടെടുത്തത്. ലോകായുക്ത വിധി തീർത്ത പ്രതിസന്ധിയിലാണ് സർക്കാരും CPIM-ഉം. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മന്ത്രിക്കെതിരായി വന്ന വിധിയിൽ പക്ഷേ കെ ടി ജലീലിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് തീരുമാനം. രാവിലെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് വിഷയം ചർച്ച ചെയ്ത CPIM രാജി ഉടൻ വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു. മന്ത്രിക്ക് നിയമപരമായി നേരിടാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. വിധിക്ക് പിന്നാലെ പാർട്ടി നേതൃത്വവുമായും മുഖ്യമന്ത്രിയുമായും ജലീൽ സംസാരിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യത്തെ എ വിജയരാഘവൻ പരിഹസിച്ചു തള്ളി. ലോകായുക്തയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നു. അതിന്റെ നിയമപരമായ ഭാഗങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിക്രമമാണല്ലോ. അപ്പം നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ സമീപനം സ്വീകരിക്കുക. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടില്ല. അത് സാധാരണ ഇത് എന്തെങ്കിലും ആവശ്യപ്പെടും, ഇടക്കിടക്ക് ആവശ്യപ്പെടുന്നു. ലോകായുക്ത വിധിയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ച ചരിത്രമില്ലെന്ന മന്ത്രി എ കെ ബാലന്റെ പ്രസ്താവനയിലൂടെ സർക്കാരും നിലപാട് വ്യക്തമാക്കി. കെ ടി ജലീലിന്റെ ബന്ധുവായ കെ ടി അദീപിനെ ഡെപ്യൂട്ടേഷൻ വഴി നിയമിച്ചതിനെയും മന്ത്രി ന്യായീകരിച്ചു. മുൻ സർക്കാരിന്റെ കാലത്തെ സമാന നിയമനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നിലപാട്. ഇപ്പൊ രാജിവെക്കണം എന്ന് പറയുന്നത് മുമ്പ് ഇവർ രാജിവെച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പ്രൊസീജിയറുണ്ട്. ഏതെങ്കിലും ഒരു ലോവർ കോർട്ടിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ രാജിവെക്കുന്ന സ്ഥിതി നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോ. മാണി സാറും ഇതേ പോസ്റ്റിലേക്കാളെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഡെപ്യൂട്ടേഷനിൽ വെക്കാൻ പാടില്ല എന്നെവിടെയില്ല. നേരത്തെ ബന്ധു നിയമന വിവാദത്തിൽപ്പെട്ട EP ജയരാജന് ലഭിക്കാത്ത പരിഗണനയാണ് കെ ടി ജലീലിന് ഇപ്പോൾ ലഭിക്കുന്നത് എന്നത് ശ്രദ്ധേയം. നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ജലീലിനെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ പെട്ടെന്നൊരു തള്ളിപ്പറയൽ സാധ്യമല്ല. 3 മാസത്തിനകം ഉത്തരവിൽ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്നാണ് ലോകായുക്തയുടെ നിർദ്ദേശം. ഈ സാവകാശം സർക്കാരിന് ആശ്വാസം നൽകുന്നുണ്ട്. മെയ് 2-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് CPIM. നിയമ പോരാട്ടത്തിലൂടെ അനുകൂല വിധി നേടാനാകുമെന്നും ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധി മറികടക്കാനാകുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം CPM നേതാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP നേതാവ്, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നിവരാണ് നമ്മോടൊപ്പം. ആദ്യം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കീഴ്ക്കോടതിയിൽ വിധി ഉണ്ടായാൽ ഉടൻ രാജിവെക്കേണ്ടതില്ല എന്നതാണല്ലോ CPM-ന്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ലോകായുക്ത ഒരു കീഴ്ക്കോടതിയാണോ? ഇത് ഏത് പാർട്ടി രേഖയുടെ അടിസ്ഥാനത്തിലാണ് ആക്ടിംഗ് സെക്രട്ടറിയും നിയമമന്ത്രിയും ഇങ്ങനെ പറയുന്നത്? ലോകായുക്തക്കൊക്കെ മുകളിലാണ് നികേഷേ ഹൈക്കോടതി. കെ ടി ജലീലിന്റെ ഈ നിയമന വിവാദത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ കേരള ഹൈക്കോടതിയും കേരള ഗവർണറും പരിശോധിച്ചിട്ടുള്ളതാണ്. രണ്ടുപേരും ഈ പരാതിയിൽ വസ്തുതാപരമായ വിശദാംശങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്യുന്നത്. കേരള ഹൈക്കോടതി പരിശോധിച്ച് വസ്തുതാപരമായ വിശദാംശങ്ങളില്ല, ഹരിക്കാരൻ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കേസിൽ, അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ലോകായുക്തത്തിന് മുകളിൽ ഹൈക്കോടതിയുണ്ട്, ഹൈക്കോടതി പരിശോധിക്കട്ടെ എന്നൊരു നിലപാട് CPM എടുത്തിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ഈ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിക്ക് അതിന് സാവകാശം വേണം. അതാണിപ്പോൾ പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്. നോക്കൂ, കേരള ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചത് എങ്ങനെയാണ്? കേരള ഹൈക്കോടതിയിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഈ വിഷയം വരികയും അതിന് സംസ്ഥാന സർക്കാരിൻ്റെയും ഗവർണറുടെയും അനുമതി വേണം ഇങ്ങനെ ഒരു കേസ് പ്രോസിക്യൂട്ട് ചെയ്യാൻ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ അനുമതി തേടിയപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ഈ കാര്യത്തിൽ അനുമതി നൽകേണ്ടത് എന്ന് തിരിച്ചയക്കുകയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അനുമതി നൽകാതിരിക്കുകയും ചെയ്തു എന്നുള്ള വളരെ ഉപരിപ്ലവമായിട്ടുള്ള സാങ്കത്യമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഈ ലോകായുക്തയിൽ വിചാരണ നടത്തി തെളിവെടുത്ത് ആണ് ഇക്കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് കാണുമ്പോൾ എങ്ങനെയാണ് CPM പോലെ ഒരു ഇടതു പാർട്ടിക്ക് ഇതൊക്കെ ഒരു കീഴ്ക്കോടതി വിധിയല്ലേ എന്ന് പറഞ്ഞു പുച്ഛിച്ച് തള്ളാനാകുന്നത്? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഒരിക്കലും CPM ലോകായുക്ത നിർദ്ദേശത്തെ പുച്ഛിച്ച് തള്ളുന്നില്ല. അത് നിയമപരമായി വിദഗ്ധന്മാരാൽ പരിശോധിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തെ എല്ലാ നിയമ സംവിധാനങ്ങൾക്കും മുകളിലാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് കേരളത്തിൽ നടക്കുന്ന നിയമപരമായ പ്രശ്നങ്ങളിൽ ആത്യന്തികമായ അഭിപ്രായം പറയുന്നത്. എൻ്റെ ഒരു അറിവ് വെച്ച് സുപ്രീം കോടതിക്ക് മുമ്പ് തന്നെ ഹൈക്കോടതിയാണ് ഭരണഘടനാപരമായ കാര്യങ്ങളെല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഹൈക്കോടതി പരിശോധിച്ച്
വസ്തുതാപരമായ വിശദാംശങ്ങൾ ഇല്ലാത്ത ഒരു ആരോപണം എന്ന നിലക്ക് തള്ളിക്കളഞ്ഞ ഒരു കേസ്. അത് ഉപരിപ്ലവമല്ല, അത് ഉപരിപ്ലവമായത് 1958 കേരള സ്റ്റേറ്റ് അങ്ങനെയല്ല ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഇവിടെ ഒന്ന് ഹൈക്കോടതി, ഇനി ഹൈക്കോടതിയിലെ ഈ കേസ് പരിഗണിച്ചു എന്നും ഹൈക്കോടതി ഇതിന്റെ മെറിറ്റ് പരിശോധിച്ച് തള്ളി എന്ന് താങ്കൾ പറഞ്ഞാൽ തന്നെയും ഹൈക്കോടതിക്ക് ഒരു അപ്പീൽ കോർട്ട് എന്നുള്ള നിലയിൽ ഒരു തെളിവെടുത്ത് ഒരു കേസിലും വിധി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതല്ല. ഒരു അപ്പീൽ കോടതി മാത്രമാണത്. പക്ഷേ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കാര്യത്തിൽ ഈ ലോകായുക്ത എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിക്കുന്ന കോടതിയാണ്. അവിടെയാണ് ഇക്കാര്യത്തിൽ അന്തിമമായി ഇവിടെ സ്വജനപക്ഷപാതം നടന്നിരിക്കുന്നു, ഈ മന്ത്രി അധികാരത്തിൽ തുടരാൻ അർഹനല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകായുക്തത്തിന് മുകളിലും നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് കീഴിലാണ്. ഭരണഘടന അനുസൃതമായി ഉണ്ടാക്കിയ നിയമമാണ് 1988 അഴിമതി നിരോധന നിയമം. അപ്പൊ ഈ കേസില് ലോകായുക്തയുടെ ഇപ്പോഴത്തെ നിർദ്ദേശം, ഇപ്പോഴത്തെ വിധി എന്ന് പറയുന്നത് ഹൈക്കോടതി പരിശോധിക്കേണ്ട കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ ലോകായുക്തയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സ്വാഭാവിക, ലോകായുക്തയുടെ വിധി എന്ന് പറഞ്ഞാൽ മതി. ലോകായുക്തയുടെ വിധി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീലായി പരിഗണിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ധാർമ്മികത എന്നൊന്ന് നിങ്ങളിപ്പോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ ഖണ്ഡിതമായി ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സ്വജനപക്ഷപാതം കാണിച്ചു, അധികാര ദുർവിനിയോഗം കാണിച്ചു എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മന്ത്രി രാജിവെക്കേണ്ടതാണ്, മന്ത്രി അധികാരത്തിൽ തുടരാൻ പാടില്ലാത്തതാണ്, മുഖ്യമന്ത്രി നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് അയച്ചിരിക്കുകയാണ്. ഇനി ഇന്നലെയാണെങ്കിൽ ശരി, നിങ്ങൾക്കൊക്കെ പറയാമായിരുന്നു മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുമെന്ന് നിങ്ങൾ കാത്തിരിക്കൂ എന്ന്. ഇന്നെങ്ങനെയാണ് അത് പറയാനാകുന്നത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കളെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്? ധാർമ്മികതയെക്കുറിച്ച് കേവലമായി നമ്മൾ വികാരഭരിതമാകേണ്ട ഒരു ആവശ്യവും ഇപ്പോൾ ഇല്ല. ഇതൊരു സവിശേഷമായ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നടന്നൊരു നിയമനമാണ്. ഹൈക്കോടതി തന്നെ നേരത്തെ ആ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നടന്ന ഒരു നിയമനം വിവാദമാക്കുകയാണ്. കെ ടി ജലീലിന്റെ കാര്യത്തില് കിട്ടാവുന്ന എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ച് അദ്ദേഹത്തെ രാജിവെപ്പിക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ ആരംഭം കാലം മുതൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചൊരു നയമാണ്. ആ രാഷ്ട്രീയ നയം ഒട്ടും ധാർമ്മികമായിരുന്നില്ല, അധാർമികമായിരുന്നു. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഗവർണർ ആ പരാതി തള്ളിയത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി, ഹൈക്കോടതി അത് പരിശോധിച്ച് ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിയത്. ശരി, ദയവായി മടങ്ങിയെത്താം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഇത് ഹൈക്കോടതിയും ഗവർണറും തള്ളിയ വിഷയമാണ് എന്നുള്ള സാങ്കേതികമായിട്ടുള്ള കാരണമാണ് CPM ഇപ്പോ കെ ടി ജലീലിന്റെ പിന്നിൽ അണിനിരക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് അക്കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഫൈസൽ ബാബു. നികേഷ്, ഇത് വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ. ഇങ്ങനെ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി, അതും ഒരു കാവൽ മന്ത്രിസഭയിൽ കെ ടി ജലീലിനെ പോലുള്ള ഒരാൾ കടിച്ചു തൂങ്ങുന്നു എന്നത് എത്ര വലിയ പരിഹാസ്യത്തോടെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു ധാർമ്മികതയുടെ പ്രശ്നമില്ലേ? കെ ടി ജലീലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം കടന്നു വന്ന കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം തന്റെ പ്രൊഫൈൽ സ്ഥാപിച്ച, അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഏറ്റവും വലിയ രാഷ്ട്രീയ നൈതികതയുടെയും രാഷ്ട്രീയ സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും ഒക്കെ ആൾരൂപമായിട്ടാണ് അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് കടന്നു വരുന്നത്. വളരെ വ്യക്തമായി ലോകായുക്ത പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബന്ധു നിയമനത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടന്നിരിക്കുന്നു, അതോടൊപ്പം സ്വജനപക്ഷപാതം നടന്നിരിക്കുന്നു, അധികാര ദുർവിനിയോഗം നടന്നിരിക്കുന്നു. കെ ടി ജലീൽ ഈ ക്വാളിഫിക്കേഷന്റെ മാനദണ്ഡത്തെ തിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്ത കത്ത്, ആ കത്ത് വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും. എത്ര 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 എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ അധികാരത്തെ തന്റെ പ്രിയപ്പെട്ട ഒരു ബന്ധുവിന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിനു വേണ്ടി പറയുന്ന അതൊക്കെ കോടതിയുടെ മുന്നിൽ വന്ന മെറിറ്റ് ആണല്ലോ, നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ കെ ടി ജലീൽ രാജിവെക്കേണ്ടതില്ലാത്തതിന് നിയമമന്ത്രി AK ബാലൻ പറയുന്ന കാരണങ്ങൾ, ഒന്ന് ഇത് കീഴ്ക്കോടതി വിധിയാണ് എന്നുള്ളതാണ്. 2-3 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിച്ചാൽ മതി ലോകായുക്തയുടെ ഈ പറയുന്ന പ്രഖ്യാപനത്തിന്റെ മേൽ എന്നാണ്.
പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്ന താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളിലെ ന്യായീകരണം, ഡെപ്യൂട്ടേഷനിൽ ബന്ധുക്കളെ നിയമിച്ചുകൂടാ എന്നില്ലല്ലോ. അപ്പോൾ ഡെപ്യൂട്ടേഷനിലാണ് നിയമനം, ഡെപ്യൂട്ടേഷനിൽ മന്ത്രിയുടെ ഒരു ബന്ധുവായി പോയി എന്നുള്ളത് കൊണ്ട് ആ മന്ത്രിക്കെതിരെ ലോകായുക്തയുടെ ഇങ്ങനെ ഒരു വിധി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കുകയും ചെയ്യേണ്ട സാഹചര്യമില്ല. ഒന്ന്. രണ്ട്, വിദ്യാഭ്യാസ യോഗ്യത ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ രണ്ട് കത്തുകളും നമ്മൾ പരിശോധിച്ചാൽ 2013-ലെയും 2016-ലെയും രണ്ട് കത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. ആദ്യത്തേത് വെറും ബിരുദൻ മാത്രമാണ് എങ്കിൽ രണ്ടാമത്തേത് ബിടെക് ബിരുദമാണ്, സാങ്കേതിക ബിരുദം ആവശ്യമാണ് എന്നുള്ളതാണ്. ഏതായാലും ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. കീഴ്ക്കോടതി വിധിയാണ്. 2-3 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയാൽ മതി മുഖ്യമന്ത്രി. ഫൈസൽ ബാബുവിനോടാണ് എന്റെ ചോദ്യം. കേൾക്കുന്നില്ല ഫൈസൽ ബാബു? ശബ്ദം കേൾക്കാമോ? ഇപ്പൊ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഉദ്ധരിച്ചത്. ഒന്ന്, നിയമമന്ത്രി എ കെ ബാലൻ പറയുന്നത് കീഴ്ക്കോടതി വിധി ഉണ്ടായാൽ വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് നടത്തിയ അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു പോക്കിരിത്തരത്തെ കയ്യോടെ പിടികൂടിയിരിക്കുന്നു. കെ ടി ജലീലിന് മാത്രമേ കെ ടി ജലീലിനെ പിന്തുണക്കുന്ന മുഖ്യമന്ത്രി ഇ പി ജയരാജനോട് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞ CPM പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും കെ ടി ജലീലിനെ സംരക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അപ്പൊ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള വലിയ ബിസിനസ് ലോബിയുടെ ദല്ലാളാണ് കെ ടി ജലീൽ എന്ന് പറയുന്നത്. തിരൂരിലെ സ്ഥാനാർത്ഥി, താനൂരിലെ സ്ഥാനാർത്ഥി, പെരിന്തൽമണ്ണയിലെ സ്ഥാനാർത്ഥി അടക്കമുള്ള വലിയ ബിസിനസ് ലോബിയുടെ ഒരു അധികാര ദല്ലാളാണ് കെ ടി ജലീൽ. അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്. ഇ പി ജയരാജനെ പോലുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫോർ ഫ്രണ്ട് ലീഡർക്ക് കിട്ടാത്ത പ്രിവിലേജ് കെ ടി ജലീലിന് കിട്ടുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ട. ഇതാണ് അതിന്റെ സീക്രട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പല രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് കെ ടി ജലീൽ. അതുകൊണ്ട് ജലീലിനെ തൊട്ടാൽ അത് ജലീൽ പുറത്തു പറയുമെന്ന ഭീതിയുമുണ്ട് എന്നതുകൂടിയാണ് ജലീലിനെ ഈ അർത്ഥത്തിൽ സംരക്ഷിക്കാനുള്ള കാരണമെന്ന് ആർക്കാണ് അറിയാത്തത്? ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ബിടെക്കിന്റെ ആ ഓർഡർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഒരു കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലെ ജീവനക്കാരുടെ യോഗ്യതകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള 2013 ഗവൺമെന്റ് ഓർഡർ 1-ാം നമ്പറായി സൂചിപ്പിച്ചിട്ടുള്ള ജനറൽ മാനേജറുടെ വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ് വിത്ത് MBA മാർക്കറ്റിംഗ് ഫിനാൻസ് CA ഓർ CS എന്നുള്ളത് ഗ്രാജുവേറ്റ് വിത്ത് MBA CS അതോടൊപ്പം ബിടെക് PGDBA വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ് എന്നാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലത് എന്റെ ചിറ്റപ്പന്റെ മകനെ KT അദീബിനെ നിശ്ചയിക്കുക എന്ന് പച്ചക്ക് എഴുതുന്നതാണ്. ഒരു മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷന്റെ ജനറൽ മാനേജറുടെ GM-ന്റെ പദവിയിലേക്ക് എങ്ങനെയാണ് ഒരു ബിടെക്കുകാരൻ കടന്നത്? ബിടെക്കിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു സാങ്കേതിക വിദ്യാഭ്യാസമുള്ള ഒരാൾ, ഒരു ഫിനാൻസ് എക്സ്പേർട്ട് വരേണ്ട, ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്ത് വരേണ്ട ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് എങ്ങനെയാണ് ബിടെക്കുകാരൻ വരുന്നത്? പിന്നെ ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഈ PGDBA പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നികേഷ് നമുക്കറിയാലോ, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി എഴുതി കിട്ടുന്ന സംഭവമാണത്. അതൊരു റെഗുലർ ആയിട്ട് ഒരു MBAക്ക് പോകുന്ന, അങ്ങനെ നോക്കിയാൽ PGDBA നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി എഴുതിയെടുക്കാവുന്ന ഒന്നായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ബിരുദത്തിനൊരു കുറവുമില്ല. ബിരുദം കഴിഞ്ഞാൽ പിന്നെ MBA ആണെങ്കിൽ അത് ആ നിലയിൽ തന്നെ സാധ്യമാണ്. MBA വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഒരു MBA എടുക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ വലിയ അസാധ്യമായ കാര്യമൊന്നുമല്ല. എഡ്യൂക്കേഷന്റെ PGDBA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക്കിനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ PGDBA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നൊരു പ്രശ്നം അതിനകത്തുണ്ട്. CS അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച പോലെ ICWA അതാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ അതല്ല വിഷയം, അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യേണ്ട കാര്യമായിരുന്നു. ശ്രീ KT കുഞ്ഞുകണ്ണൻ, ഇവിടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ശശീന്ദ്രനും EP ജയരാജനും തോമസ് ചാണ്ടിക്കും ഒക്കെ കിട്ടാത്ത ഒരു എന്ത് വാക്കാ ഉപയോഗിച്ച പ്രിവിലേജ് KT ജലീലിന് കിട്ടുന്നത് എന്നാണ് ഒരു തുറന്ന ചർച്ചയ്ക്ക് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു വെക്കുന്നത്. അതായത് വലിയ അധികാര ദല്ലാളന്മാർക്ക് പിണറായി വിജയനിൽ എത്താനുള്ള പാലമാണോ KT ജലീൽ? അതുകൊണ്ടാണോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ഇവിടുത്തെ വിഷയം എന്താണ്?
ഒരു സുപ്രധാനമായ വിധി വന്നപ്പോൾ കേരളത്തിൻ്റെ നിയമമന്ത്രി പറയുകയാണ് വന്നിട്ട് രാജിവെക്കില്ല എന്ന്. എനിക്കിപ്പോഴും ആ അത്ഭുതം മാറുന്നില്ല ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഞാൻ അതിലേക്ക് വരാം നികേഷേ. അതിനു മുമ്പ് ഫൈസൽ ബാബു എന്ന ഈ ലീഗിന്റെ പ്രതിനിധി എന്താണ് ഈ മലപ്പുറം കേന്ദ്രമായിട്ടുള്ള ലോബി എന്ന് പറയുന്നത്? ഞാനാണ് ഈ ചർച്ചയിൽ അത് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന് ലീഗുകാരും അവരുടെ ഈ സൈബർ പോരാളികളുമൊക്കെ എന്തായിരിക്കും കോലാഹലം? മലപ്പുറം കേന്ദ്രമായി എന്ന് പറഞ്ഞാല് മലപ്പുറം കേന്ദ്രമായി എന്ത് ലോബിയാണുള്ളത്? അദ്ദേഹം വ്യക്തമാക്കണം. ഇവിടെ ഏത് ലോബിയാണുള്ളത്? മലപ്പുറം കേന്ദ്രമായിട്ട് ഏത് ലോബിയുടെ ദല്ലാളാണ് കെ ടി ജലീൽ? ആ ദല്ലാളിലേക്ക് മുഖ്യമന്ത്രി എത്തിക്കുന്ന പാലമാണ് എന്ന് നികേഷ് അദ്ദേഹത്തിന്റെ ചുവട് പിടിച്ച് പറയുമ്പോൾ അത് വലിയൊരു ആരോപണമാണ് നികേഷേ. ലീഗുകാരിപ്പോ പരിഭ്രാന്തരാണ്. അവര് മഞ്ചേശ്വരത്ത് എന്താണ് കോൺഗ്രസ്സുകാർ വോട്ട് തിരിച്ചു ചെയ്തു ബി ജെ പിക്ക് എന്ന് പറയാ. ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ പരാജയം അവർക്ക് ഉറപ്പാണ്. പരിഭ്രാന്തരായിരിക്കുന്നവർ എന്തും വിളിച്ചു പറയും. ഇവിടെ എന്താണ് ഇ പി ജയരാജന് കിട്ടാത്ത പ്രിവിലേജിന്റെ ഒരു പ്രശ്നം ഇതിനകത്തില്ല. ഇതെന്താണ്? ഇതൊരു ഡെപ്യൂട്ടേഷൻ നിയമനമാണ് നികേഷേ. സവിശേഷമായി ഈ കാര്യം നമ്മൾ കാണണം. ഇദ്ദേഹം എന്താണ് സർവീസിലുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ടേക്ക് വരുന്ന ആളാണ്. ഇയാൾ ഒരു പുതിയ നിയമനമല്ല. ഈ കാര്യത്തെ സംബന്ധിച്ചെല്ലാം ഹൈക്കോടതിയും അതേപോലെ തന്നെ കേരള ഗവർണറും സൂക്ഷ്മമായി പരിശോധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിറോസിന്റെ പെറ്റീഷൻ തള്ളുന്നതിന്, ഈ കേസിൽ അനുമതി നൽകുന്നതിന് എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്ന് നിയമമനുസരിച്ച് തന്നെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ആളല്ലോ കേരളത്തിലെ ഗവർണർ. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഉന്നതനായ ഒരു ന്യായാധിപൻ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ മെറിറ്റിലേക്കാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ താങ്കൾ പോകുന്നത്. നമുക്ക് മെറിറ്റിലേക്ക് പോകണ്ട. പിന്നെ മാത്രമല്ല ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കുറെ കാലമായല്ലോ താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞാനും കുറെ കാലമായി ഈ പണി എടുക്കുന്നുണ്ട്. താങ്കൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് സർക്കാർ സർവീസിലേക്ക് മെറിറ്റ് ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്? അത് എത്ര കണ്ട് സ്വീകാര്യമാണ്? അതിനുള്ള അനുമതിയൊക്കെ വാങ്ങിയിട്ടുണ്ടോ? കോർപ്പറേഷനുകളിലെ നിയമനം PSC ആകാത്ത കാലത്തോളം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വരാം. ഡെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വേറൊരു കോർപ്പറേഷനിലേക്ക് പോകണമെങ്കിൽ ആ സ്വകാര്യ സ്ഥാപനത്തിന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുമല്ലോ. ഇത് ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു NOC പോലും മേടിക്കാതെയാണ് പോയിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ മെറിറ്റാണ് കേട്ടോ, കേസിന്റെ മെറിറ്റാണ്. ഇത് പരിശോധിച്ച് അന്വേഷണം നടത്തിയിട്ടാണ് ലോകായുക്ത ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമ്മൾ ആ വിധിയെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാം. ലോകായുക്തയെക്കാളും വലിയ ആളൊന്നും അല്ലല്ലോ കെ ടി കുഞ്ഞിക്കണ്ണനും ഞാനും. ലോകായുക്തേക്കാൾ വലിയ ആളുകൾ ഇത് പരിശോധിച്ചു എന്നുള്ളതാണ് പ്രശ്നം. സുപ്രീം കോടതി ഹൈക്കോടതി പരിശോധിച്ചു എന്നുള്ളതാണ്. പരിശോധിച്ചപ്പോ ഈ പരാതി എന്താണ് പരാതി നികേഷെ? അഴിമതി നിരോധന നിയമം അനുസരിച്ച് അപേക്ഷ ക്ഷണിക്ക നിയമനം നടന്നു. ആ നിയമനം നടന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ലംഘിച്ചു എന്നുള്ളതാണ് ഇവിടെ ആരോപണം. ആ ആരോപണം വസ്തുതാപരമല്ല എന്ന് കേരള ഹൈക്കോടതി തന്നെ കണ്ടെത്തി. കേരള ഹൈക്കോടതി ഇതിന്റെ മെറിറ്റിലേക്ക് പോയതായി എന്റെ മുന്നിൽ രേഖകളില്ല. കേരള ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം നിങ്ങൾ പറയുന്നയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോസിക്യൂഷൻ അനുമതി നിങ്ങൾ ഗവർണറിൽ നിന്ന് തേടൂ. ഗവർണറിൽ നിന്ന് തേടുമ്പോൾ ഗവർണർ പറയുന്നു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് അനുമതി നൽകേണ്ടതെന്ന്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അനുമതി നൽകില്ല എന്നറിയിക്കുന്നു. ആ ഘട്ടത്തിൽ അപ്രോപ്രിയേറ്റ് ബോഡിയിലേക്ക് ഈ കേസ് കൊണ്ടുപോകാൻ വേണ്ടി ഫിറോസ് കേസ് പിൻവലിക്കുന്നു, ലോകായുക്തയിലേക്ക് എത്തുന്നു. ലോകായുക്ത ഇപ്പോൾ വിധി പറയുന്നു. നമ്മുടെ മുന്നിൽ ഇനി വസ്തുതകൾ വേറെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അത് താങ്കൾ പറയുകയും ചെയ്തോളൂ. പക്ഷെ നമുക്കിനി അതൊന്നും പ്രസക്തമല്ല. നമ്മുടെ മുന്നിലുള്ളത് ലോകായുക്ത ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പറഞ്ഞത് എന്താണ് ഇ പി ജയരാജനും ശശീന്ദ്രനും ഒക്കെ കിട്ടാത്ത ഒരു പ്രിവിലേജ്, ആ പ്രിവിലേജിനെ കുറിച്ച് സംസാരിക്കുന്നു. നിയമപരമായി മാത്രമാണ് ഈ സർക്കാർ നീങ്ങുന്നത്. ലോകായുക്തയുടെ വിധി പരിശോധിക്കണം മുഖ്യമന്ത്രിക്ക്. നിയമവിദഗ്ധരുമായി ആലോചിക്കണം. അതിന് സമയം വേണം. അതിന് നിയമാനുസൃതമായി സമയമുണ്ട്. വിധി അങ്ങനെയല്ല നിയമം. ഞാൻ താങ്കളെ ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. പക്ഷേ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിച്ചില്ലെങ്കിൽ എന്ത് കരുതും ആളുകൾ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിയമമന്ത്രി AK ബാലൻ ഇന്ന് അങ്ങനെയായിരുന്നു. താങ്കൾ ഇപ്പോൾ പറയുന്നത് പോലെയാണ്. മുഖ്യമന്ത്രിക്ക് നിയമപരമായ പരിശോധന നടത്താനുള്ള സമയം അനുവദിക്കൂ. അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ജനറലിനോട് അല്ലെങ്കിൽ മറ്റ് അഭിഭാഷകരോടും ഒക്കെ തന്നെയും നിയമപരിശോധന നടത്താനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ഇങ്ങനെ താങ്കളോട് ആവർത്തിച്ച് ഈ ചോദ്യം ചോദിക്കില്ല. പക്ഷേ AK ബാലൻ പറഞ്ഞിരിക്കുന്നത് രാജിയില്ല എന്നാണ്. കീഴ്ക്കോടതി വിധി വന്നതുകൊണ്ട് രാജിവെക്കുന്ന കീഴ്വഴക്കം
കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ രാജിവെക്കാത്ത ഉദാഹരണങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? ലോകായുക്ത ഇങ്ങനെ ഖണ്ഡിതമായ വിധി പറഞ്ഞിട്ട് കേരളത്തിൽ എപ്പോഴാണ് ഒരു മന്ത്രി രാജിവെക്കാതിരുന്നിട്ടുള്ളത്? ഇങ്ങനെ ഒരു വിധി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഈ തൊട്ടു മുമ്പിൽ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായ കെ എം മാണിയോട് ഒരു ചെറിയ പരാമർശത്തിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്? മുമ്പ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ പി വിശ്വനാഥൻ ഒരു ചെറിയ പരാമർശത്തിന്റെ പേരിലല്ലേ രാജിവെക്കേണ്ടി വന്നത്? എന്റെ നികേഷേ, ഈ UDF-കാര് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് ഹൈക്കോടതി പരാമർശം നടത്തിയല്ലോ. ഹൈക്കോടതി തന്നെ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചല്ലോ. ആ ആരോപണം ഉന്നയിച്ചപ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചിരുന്നു ഉമ്മൻചാണ്ടി. ഇവിടെ നമ്മൾ രാജിവെക്കില്ലെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് പരിശോധിക്കാൻ സാവകാശം വേണം. ഇത് പരിശോധിച്ച് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കും. പക്ഷെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഹൈക്കോടതിയും കേരള ഗവർണറും പരിശോധിച്ച് തള്ളിയിട്ടുള്ള ഒരു പരാതിയാണിതെന്ന് കാണണം. ലോകായുക്തത്തിന്റെ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഇതിനു മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന നടപടിക്രമങ്ങളെ നമ്മൾ ഓർമ്മിക്കണം. ആ നടപടിക്രമങ്ങളെ മറച്ചു വെച്ചിട്ട് നമ്മൾ ലോകായുക്ത വിധി വന്നിരിക്കുന്നു. തൃപ്തികരമല്ല. ഞാൻ പറയുന്നത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കൾ മയപ്പെടുത്തി പറയുകയാണ്. AK ബാലൻ പറയുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. AK ബാലൻ പറയുന്നത് കീഴ്ക്കോടതി വിധി അനുസരിച്ച് കീഴ്ക്കോടതി വിധിയിൽ രാജിവെക്കുന്ന ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ലോവർ കോർട്ടിൽ നിന്ന് വിധി ഉണ്ടായാൽ അപ്പോൾ തന്നെ രാജിവെക്കുന്ന ഒരു രീതി കേരളത്തിലില്ല എന്ന് മന്ത്രി പറഞ്ഞാൽ ഈ കോടതിയുടെ വിധി അനുസരിച്ച് രാജിവെക്കാൻ മന്ത്രി തയ്യാറല്ല എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഞാൻ ശ്രീ ജയസൂര്യൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം, താങ്കളിലേക്ക് വരാം. എനിക്ക് പറയാനുണ്ട്, ആ കാര്യത്തിൽ പറയാനുണ്ട് എനിക്ക്. അല്ല, AK ബാലൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് സാവകാശം വേണം, പരിശോധിക്കട്ടെ. ലോകായുക്ത വിധിയെ നമ്മളാരും തള്ളിക്കളഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയോ കേരള സർക്കാരോ അത് തള്ളിക്കളഞ്ഞില്ല. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് പരിശോധിക്കാൻ സമയം വേണം, നിയമവിദഗ്ധരുമായി ആലോചിക്കട്ടെ. അത് ന്യായമാണ്. ഹൈക്കോടതി തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. ഹൈക്കോടതി തന്നെ നിയമപരമായി വസ്തുതാടിസ്ഥാനത്തിൽ നിലനിൽക്കാത്ത ഒരു കേസാണെന്ന് പറഞ്ഞിട്ടുള്ള കേസാണിത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് സാവകാശം വേണം. അത് നിയമം അനുവദിക്കുന്നതാണ് ആ സാവകാശം. ആ നിയമാനുസൃതമായ രീതിയിലുള്ള നിലപാടിലേക്ക് സർക്കാർ അങ്ങനെയാണെങ്കിൽ ഒരാൾക്കും രാജിവെക്കേണ്ടി വരില്ല. അന്തിമമായി വിധി പറയുന്നത് സുപ്രീം കോടതിയാണ്. നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി വിധി വരട്ടെ. നമ്മൾ ലോവർ കോടതിയെന്നും അപ്പീൽ കോടതിയെന്നും അന്തിമ കോടതിയെന്നും ഒക്കെ ഓരോ വിധിയെക്കുറിച്ചും വിവക്ഷിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു മന്ത്രിക്കും ഒരു ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനും ഇത്തരം കോടതി വിധികൾ ഇത് വെറും പരാമർശം മാത്രമല്ല. ഏതെങ്കിലും ഒരു പരാമർശമായിരുന്നെങ്കിൽ ആ പരാമർശം നീക്കിക്കേട്ടാൻ മേൽക്കോടതിയിൽ പോകണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിക്കാമായിരുന്നു. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഇതാണ് വിഷയം. ഇതൊരു ലോവർ കോർട്ടാണ്. ലോവർ കോർട്ടിൽ വരുന്ന വിധിക്ക് രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ഇതൊരു കാവൽ മന്ത്രിസഭ മാത്രമാണ്. ഈ കാവൽ മന്ത്രിസഭയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ ഈ രാജി ആവശ്യപ്പെടുന്നതിൻ്റെ സാങ്കത്യം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ടോ? അതെ, ഇടയ്ക്ക് മിസ്സാവുന്നു. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാമോ? അതെ, എന്റെ ചോദ്യം, ഇത് വെറും ഒരു കാവൽ മന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭയിൽ നിന്നുള്ള രാജി 2-ാം തീയതി നിങ്ങൾ അധികാരത്തിൽ വരുമെന്നല്ലേ പറയുന്നത്? ഇതിന്റെ ഒരു യുക്തി എത്രത്തോളമാണ്? ഒരു സാങ്കത്യം എത്രത്തോളമാണ്? നികേഷേ, ഇത് നിങ്ങളാ പറയുന്നത് തന്നെയാണ് അതിന്റെ മറുപടി. ഇതൊരു വെറും കാവൽ മന്ത്രിസഭയാണ്. ഇദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു മിസ്മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ, അധികാര ദുർവിനിയോഗം, സ്വജനപക്ഷപാതം, ഇത് വളരെ സത്യപ്രതിജ്ഞാ ലംഘനം. ഇന്ന് ലോകായുക്ത ഒരു പരാമർശമല്ല, വളരെ കൃത്യമായ നിർദ്ദേശമാണ്, പ്രഖ്യാപനമാണ്. ഒരു പക്ഷേ ഇത് അപൂർവമായ ഒരു സംഭവമാണ്. ഇപ്പൊ ഈ മോഷണം നടത്തിയ ആൾക്ക്, മോഷ്ടാവിനൊരു കോൺഫിഡൻസ് പ്രശ്നം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഈ ലോകായുക്തയുടെ മുമ്പിൽ KT ജലീലിന്റെ അഭിഭാഷകൻ അപേക്ഷിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ വിധി നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷമേ പ്രഖ്യാപിക്കാവൂ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ലോകായുക്തയുടെ മുമ്പിൽ പറഞ്ഞത്. ഇപ്പൊ ജലീലിന് തന്നെ ബോധ്യമുണ്ട് ഈ വിഷയം. താൻ ചെയ്ത ക്രമരാഹിത്യത്തെക്കുറിച്ച്, താൻ ചെയ്ത ബന്ധു നിയമനത്തെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യമുള്ള ആളാണ് ജലീൽ. ഇതിൽ എന്താണ് ക്ലാരിറ്റിയുടെ പ്രശ്നം എന്താണ്? KT അദീബ് KT ജലീലിന്റെ ബന്ധുവല്ല എന്ന് അദ്ദേഹം പറയൂലല്ലോ. മാത്രമല്ല, അദ്ദേഹം ഈ പ്രശ്നം, ഈ വിവാദം ഉയർന്ന സമയത്ത് അദ്ദേഹം രാജിവെച്ചു പോകുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലൊരു സ്വകാര്യ സ്ഥാപനത്തിൽ കിട്ടിയ ശമ്പളം വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ 10 ദിവസം അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞതിന്റെ കൃത്യം 10-ാം ദിവസം
ടി അദീബ് സർക്കാരിലേക്ക് അപേക്ഷിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രിവിലേജ് ശമ്പളത്തിന്റെ പുറമെ. അത് വളരെ എന്താ പറയാ അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ട് ടി ജലീൽ ധനകാര്യ വകുപ്പിന് അത് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു പരമ്പര തന്നെ ഈ സംഭവത്തിൽ നടന്നിരിക്കുന്നു. ലോകായുക്ത പോലുള്ള അഴിമതി നിരോധനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു അതോറിറ്റി ഈ വിഷയം പറയുന്ന സമയത്ത് ഒരു ധാർമ്മികതയുടെ പ്രശ്നം കയറി വരുന്നില്ലേ നികേഷ്? ഇതിനകത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കറിയാവുന്നതല്ലേ, കോടതി പരാമർശത്തിന്റെ പേരിൽ രാജിവെച്ച എത്ര സംഭവങ്ങൾ കേരളത്തിലുണ്ട്. 1977 രാജൻ കേസിൽ ഹൈക്കോടതി പരാമർശം ഉണ്ടായതിനെ കുറിച്ച് കേരളത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡർ കെ കരുണാകരൻ രാജിവെച്ചില്ലേ? 77 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് CH രാജിവെച്ചില്ലേ? KM മാണി രാജിവെച്ചില്ലേ? 1985 പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന്, വിധിയെ തുടർന്നല്ല, R ബാലകൃഷ്ണപിള്ള രാജിവെച്ചില്ലേ? 1986 ഹൈക്കോടതി വിധിയെ തുടർന്ന് MP ഗംഗാധരൻ രാജിവെച്ച ഒരു കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? അതേപോലെ 2005 ഫെബ്രുവരിയിൽ ചന്ദനക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ച KP വിശ്വനാഥൻ നമ്മുടെ മുമ്പിലില്ലേ? 2015 ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ച KM മാണിയുടെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? അന്ന് കേരളത്തിന്റെ നിയമസഭയിൽ തുണി മടക്കി ഉടുത്ത് ഒരു നിയമസഭാ സംവിധാനത്തെ മുഴുവൻ പരിഹസിച്ച് ഗവർണറുടെ ചാംബറിലേക്ക് ഒരു ഗുണ്ടയെ പോലെ ഇരച്ചു കയറി ധാർമ്മികതയുടെ പരിവേഷമായി നിന്ന ഒരു വലിയ പോരാളിയെ KT ജലീലിന്റെ ഇന്ന് നമുക്ക് യൂട്യൂബിലെ വിഷ്വൽസ് ഇല്ലേ? നിങ്ങളെ പോലുള്ള ചാനലുകളുടെ ആർക്കൈവ്സിൽ ആ ദൃശ്യങ്ങളില്ലേ? എന്തിനായിരുന്നു KT ജലീൽ ഗവർണറുടെ ചാംബറിലേക്ക് ഇരച്ചു കയറിയത്? ധാർമ്മികതയുടെ പേരിലായിരുന്നു, രാഷ്ട്രീയ നൈതികതയുടെ പേരിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ രാഷ്ട്രീയ നൈതികത, രാഷ്ട്രീയ ധാർമ്മികത, സദാചാരം എന്ന പദാവലികളൊന്നും അത്തരം വൊക്കാബുലറി ഒന്നും KT ജലീൽ അർഹിക്കുന്നില്ല. ഉളുപ്പുണ്ടെങ്കിൽ ഒരു നിമിഷം നോക്കി നിൽക്കാതെ അദ്ദേഹം ഈ പരാമർശം വിവാദം ഉയർന്ന അന്നു മുതൽ ഇന്നു വരെയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഗവൺമെന്റിലേക്ക് തിരിച്ചടച്ച് ഇറങ്ങിപ്പോകണം മിസ്റ്റർ എന്നാണ് നമുക്ക് അദ്ദേഹത്തോട് ഇക്കാര്യത്തില് KT ജലീൽ എന്ന് പറയുന്ന രാഷ്ട്രീയ ബിംബം, നൈതികതയുടെ രാഷ്ട്രീയ ബിംബം ഒരു ഫേക്കാണ്. അദ്ദേഹം ഒരു ഫേക്കാണ് എന്ന് മലപ്പുറത്തെ അധികാര ദല്ലാളന്മാരുമായിട്ടുള്ള പിണറായി വിജയന്റെ പാലം ആ പ്രിവിലേജ് വെച്ചാണ് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് KT ജലീൽ എന്ന ആക്ഷേപം താങ്കൾ ഉന്നയിച്ചല്ലോ. എന്താ പ്രിവിലേജ്? എന്താണ് ഈ KT ജലീലിന് മാത്രമായി ലഭിക്കുന്ന പ്രിവിലേജ്? നിങ്ങൾ ഇപ്പോൾ ഈ നികേഷെ, ഇപ്പോൾ K ദാമോദരന്റെ പാർട്ടിയാണ് മാർക്സിസ്റ്റ് കേരള മാർക്സ് എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ തട്ടകം. പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ തട്ടകമാണ്. തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ആര്യ അന്തർജനത്തിന് ഒരു ഓയിൽ സാരി വേണം എന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ ടെക്സ്റ്റൈൽ വ്യാപാരിയോട് അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കടം വീട്ടിക്കൊള്ളാം, എന്റെ ഭാര്യയ്ക്ക് നിങ്ങൾ ഒരു ഓയിൽ സാരി കൊടുക്കണം എന്ന് പറഞ്ഞ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ തട്ടകത്തിൽ ഏലംകുളം മനനിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു വലിയ കോർപ്പറേറ്റിന് ആ മണ്ഡലം വിറ്റിരിക്കുന്നു. താനൂരിൽ മത്സരിച്ചത് മറ്റൊരു മുതലാളിയാണ്, തിരൂരിൽ മത്സരിച്ചത് മറ്റൊരു മുതലാളിയാണ്. അങ്ങനെ മലപ്പുറത്ത് ഈ മുതലാളിമാരെ പിണറായി വിജയനുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് KT ജലീൽ. അധികാരത്തിന്റെ ദല്ലാളാണ് ഇദ്ദേഹം. പുറത്ത് ധാർമ്മികതയുടെ കുപ്പായമിട്ട് സദാചാരത്തിന്റെ ലോഹയണിഞ്ഞ് ഈ ലോകത്തെ കപടന്മാരുടെ രാജാവാണ് KT ജലീൽ എന്ന്, ഫെയ്ക്കാണ് അദ്ദേഹം എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അധികാരത്തിലേക്ക് വരുന്നതിന് അദ്ദേഹം ധാർമ്മികതയെ ഒരു ടൂളായി ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് KT ജലീൽ എന്ന് ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്. അത് വളരെ കൃത്യമായി കേരളത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. ലീഗ് പറയുന്ന സമയത്ത് ഞങ്ങളും ജലീലും തമ്മിലുള്ള ഒരു കെമിസ്ട്രി പ്രശ്നങ്ങളെ കുറിച്ച് ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന് ലോകായുക്തയുടെ വിധി പരിശോധിക്കും നിങ്ങൾ. അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയായി 5 കൊല്ലം ഒരു ഓഡിറ്റിംഗ് നടത്തട്ടെ. അദ്ദേഹം തദ്ദേശ ഭരണ വകുപ്പ് കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയുടെ പേരിൽ, അദ്ദേഹത്തിന്റെ പ്രാപ്തിയില്ലായ്മയുടെ പേരിൽ CPM അദ്ദേഹത്തിന്റെ ആ വകുപ്പ് മാറ്റിക്കൊടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. എന്താണ് കഴിഞ്ഞ 5 കൊല്ലം KT ജലീൽ എന്ന മന്ത്രി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന തലക്കെട്ടുകളെ നിങ്ങൾ പരിശോധിക്ക്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനാണോ, അദ്ദേഹത്തിന്റെ സംഭാവനയാണോ കേരളത്തിന്റെ പൊതുസമൂഹത്തിനും പിണറായി മന്ത്രിസഭയിലെ കളങ്കിതനായ ഈ മന്ത്രി, പിണറായി മന്ത്രിസഭയെ ഇത്രമേൽ നാണം കെടുത്തിയ ഒരു മന്ത്രി? പല അപൂർവതകളും. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ മന്ത്രിയല്ലേ KT ജലീൽ? വളാഞ്ചേരിയിൽ അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ 2006 അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് വിശുദ്ധ ഖുർആൻ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്.
രാഷ്ട്രീയമായ ഒരു പോരാട്ടം രാഷ്ട്രീയമായി കൊണ്ടുപോകേണ്ടതിന് പകരം വിശുദ്ധ വേദഗ്രന്ഥത്തെ 2006 വളാഞ്ചേരി അങ്ങാടിയിലെ ജംഗ്ഷനിൽ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം നമുക്ക് കാണാൻ പറ്റും. ഖുർആനെ അദ്ദേഹം ഉപയോഗിച്ചത് തന്റെ അധികാര കൊതിക്ക് വേണ്ടിയാണ്. ഒരു കാവ്യനീതി പോലെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ കടത്തിയ ഇവിടുത്തെ ഡിപ്ലോമാറ്റ് ചാനൽ വഴി വിശുദ്ധ എന്ത് സംഭവിച്ചു ആ കേസുകളിലെല്ലാം? അതിലേക്ക് ഞാൻ ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കട്ടെ. നിങ്ങൾ പഠിക്കൂ. ഫൈസൽ ബാബു, വിശുദ്ധ ഖുർആന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിന്റെ കാര്യത്തിലോ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി നമുക്ക് ആ ചോദ്യത്തോടൊപ്പം പരിശോധിക്കപ്പെടേണ്ടത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, പക്ഷേ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു കൃത്യമായി അത് വിശദീകരിച്ചു പോവുകയാണ്. ഫൈസൽ ബാബു എന്ന് പറഞ്ഞാൽ കെ ടി ജലീലിനെ പോലുള്ള മലപ്പുറത്തെ സർവ്വസമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവിനെതിരായിട്ടുള്ള കെറിവ് പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെത് ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണം. പോയിന്റ്സ് താങ്കൾ കൃത്യമായി മനസ്സിലാവാഹിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പെരിന്തൽമണ്ണയിലെ, താനൂരിലെ, തിരൂരിലെ അവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് മുതലാളിമാരാണ്. അവരിൽ ആ മുതലാളിമാരെ പിണറായിയിലേക്ക് അടുപ്പിച്ച പാലമായിരുന്നു. ഞാൻ അതിലേക്ക് വരാം. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കെ ടി ജലീൽ വളരെ മോശക്കാരനാണ്. കെ ടി ജലീലിനെ തകർക്കാൻ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ തകർക്കാൻ നിങ്ങൾ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് കഴിയില്ല. തവനൂർ ജനങ്ങൾ ഇപ്പൊ കാണിക്കാൻ പോകും. നിങ്ങളല്ലേ അദ്ദേഹത്തിന് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു, ഖുറാനിലൂടെ സ്വർണം കടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. ഈ അന്വേഷണങ്ങൾക്ക് എവിടെയാ ഇഡിയും കസ്റ്റംസും ഒക്കെ എത്തിച്ചിരിക്കുന്നത്? എന്ത് വസ്തുതയാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? കെ ടി ജലീലിനെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കും, BJP-യുമായിട്ട് ഒത്തുകളിച്ചിട്ട് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കും, അത് ചാനലുകൾക്ക് ചോർത്തിക്കൊടുക്കും. ഇതിനപ്പുറത്ത് കേരളത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ കെ ടി ജലീലിനെ പോലുള്ള ഒരു നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ എന്തും ചെയ്യും. നിങ്ങൾ എന്തെല്ലാം ഈ സർക്കാരിന്റെ തുടക്കം മുതൽ കെ ടി ജലീലിനായിട്ട് പറഞ്ഞു. പക്ഷെ ഇത് മലപ്പുറത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഫൈസൽ ബാബു മനസ്സിലാക്കേണ്ടത്, ഈ പെരിന്തൽമണ്ണയിലെയും താനൂരിലെയും ഒക്കെ സ്ഥാനാർത്ഥികള് UDF-ന്റെ സമുന്നതരായ നേതാക്കളായിരുന്നു പഴയത്. UDF-ന്റെ മതനിരപേക്ഷ നിലപാടുകളിൽ നിന്നുള്ള വ്യതിയാനത്തെ തുടർന്നാണ് അവരെല്ലാം തന്നെ LDF-ആയിട്ട് സഹകരിക്കാൻ തുടങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ LDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഫൈസൽ ബാബുവിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം, അത് ഒരു ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുണ്ടാകും, ജനാധിപത്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ടാകും. ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യയിലെ ഇന്നത്തെ അടിസ്ഥാനപരമായ സമീപനം എന്ന് പറയുന്നത് സംഘപരിവാർ വരുന്ന ഫാസിസ്റ്റ് അധികാര വാഴ്ചയെ, വർഗീയ വാഴ്ചയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ മതനിരപേക്ഷ സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമാക്കാൻ ഞങ്ങൾ വളരെ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വന്നിട്ടുണ്ട്, പഴയ KPCC-യുടെ കോൺഗ്രസിന്റെ നേതാക്കൾ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാടുകൾ വേണ്ടി മത്സരിച്ചവരാണ്. ഇവരെല്ലാം കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ കൂടെയാണല്ലോ. നോമിനേഷൻ കൊടുത്തപ്പോഴല്ലോ ഈ മുസ്തഫയൊന്നും പണക്കാരനായത്. നേരത്തെ പണക്കാരനല്ലേ? നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർ പണക്കാരൊന്നുമല്ല. ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ അവർ പണക്കാരോ? എന്ത് പണമാണ് അവർക്കുള്ളത്? നിങ്ങൾ പറയണം. അവർക്ക് അവിഹിതമായ സമ്പാദ്യമുണ്ടെങ്കിൽ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ട ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അല്ലാതെ എന്താണ് പുകമറ സൃഷ്ടിക്കരുത്. അങ്ങനെ പുകമറ സൃഷ്ടിച്ച് നിങ്ങൾക്കൊന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. മലപ്പുറത്തെ മെയ് 2-ാം തീയതി വിധി വരുമ്പോൾ നമുക്കറിയാം മലപ്പുറത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്ന് ലീഗ് നേതാക്കൾ വിലാപം തുടങ്ങിയില്ലേ? അവർ പറഞ്ഞു തുടങ്ങിയില്ലേ കോൺഗ്രസ്സുകാർ BJP-ക്ക് വോട്ട് വിറ്റു എന്ന്? അപ്പൊ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ദയവായി തുടരുക. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അഡ്വക്കേറ്റ് ജയസൂര്യൻ, താങ്കളിലേക്ക് വരാൻ വൈകിയതിന്റെ ഒരു കാരണം, ഒന്ന് ഇത് CPM ലീഗ് തർക്കമാണ് പ്രധാനമായും. രണ്ട്, താങ്കളുടെ കണക്ടിവിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സമയം താങ്കൾക്ക് ഞാൻ അർഹതപ്പെട്ട എല്ലാ സമയവും തരുന്നതായിരിക്കും. ദയവായി ഇതിന് മറുപടി പറയുക. നേരത്തെ ശ്രീ V മുരളീധരൻ പറഞ്ഞു ഇതേ പ്രിവിലേജിന്റെ കാര്യം. V മുരളീധരൻ ഇങ്ങനെ ഒരു പ്രിവിലേജ് കെ ടി ജലീലിനുണ്ട് എന്ന് അവകാശപ്പെട്ടത് പിണറായി വിജയൻ്റെ കള്ളക്കച്ചവടത്തിന് കെ ടി ജലീൽ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ പക്ഷേ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പറയുന്നത് ഈ മലപ്പുറത്തെ ഒരു കോക്കസുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ബന്ധമാണ് ഈ പ്രിവിലേജിന് കാരണമെന്ന്. യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ V മുരളീധരൻ പറഞ്ഞതും ഫൈസൽ ബാബു പറഞ്ഞതുമായ പ്രിവിലേജിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ വളരെ ചുരുക്കി പെട്ടെന്ന് പറയാം. അതായത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനും അതുപോലെ തന്നെ നമ്മുടെ നിയമമന്ത്രി ബാലനും ഒരേ കാര്യം തന്നെ വളരെ വ്യക്തമായി കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ് ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഹൈക്കോടതി ഈ കേസ് തള്ളി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഗവർണർ ഈ കേസ് തള്ളി മടക്കി അയച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ലോവർ കോടതിയാണ്, ഈ ഹൈക്കോടതിയുടെ മുകളിലല്ല, അങ്ങ് വളരെ താഴെയുള്ള ഒരു ലോവർ കോടതിയാണ് ലോകായുക്ത. ഈ 3 പോയിന്റ് എടുത്ത് പിടിച്ചിട്ടാണ് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. അത് ആടിനെ പട്ടിയാക്കലാണ്.
അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരള ഹൈക്കോടതി ഈ കേസ് തള്ളി എന്ന് പറയുന്നതിന്റെ വസ്തുത എന്താണ്? കേരള ഹൈക്കോടതിയിലെ ശ്രീ ഫിറോസ് യൂത്ത് ലീഗിന്റെ നേതാവ് ഈ കേസ് കൊടുക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയുടെ മുമ്പാകെ വാദം നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു മിനിസ്റ്ററെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദത്തിന് വേണ്ടി ഗവർണറുടെ അടുത്ത് അനുമതി ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഗവർണറുടെ അടുത്തുള്ള അനുമതി ചോദിച്ച സ്ഥിതിക്ക് ആ കേസ് പിന്നെ ഇവിടെ നിലനിൽക്കുന്നില്ലല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ കേസ് പിൻവലിച്ചോളൂ, അനുമതി വാങ്ങിച്ചിട്ട് വരൂ, അപ്പോൾ അത് ആ നടപടി പൂർത്തിയാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേസ് പിൻവലിക്കാൻ തയ്യാറാകുകയും കേസ് കോടതി തള്ളുകയും ചെയ്തു. അതാണ് അവിടെ നടന്ന സത്യം. അല്ലാതെ കേസിന്റെ മെറിറ്റിലേക്ക് പോയി കേസ് എടുത്തിട്ട് പോലുമില്ല. അതിനു മുമ്പ് തന്നെ കോടതി അതിന്റെ ന്യായം പറഞ്ഞ് അതിന്റെ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാക്കി കൊടുത്തു. രണ്ടാമത് ഗവർണർ തള്ളി എന്ന് പറയുന്നത്, ഗവർണറുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതൊരു പെറ്റീഷനായിട്ട് വരുന്ന സമയത്ത് ഗവർണർ നിയമപ്രകാരം ചെയ്യേണ്ടത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭയുടെ തീരുമാനത്തിന് വിടും. ആ തീരുമാനത്തിന് വിടുമ്പോൾ മന്ത്രിസഭ അംഗീകരിക്കുമോ? തീർച്ചയായിട്ടും ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഗവർണർ തള്ളി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആ കാര്യം, ലോകായുക്ത ലോവർ കോർട്ടാണ്, അങ്ങേയറ്റം അബദ്ധമാണ്. ഇത് പറയുന്ന കുഞ്ഞിക്കണ്ണനും അറിയാം, AK ബാലനും അറിയാം, പറയുന്നത് തെറ്റാണ്, ജനങ്ങളെ പറ്റിക്കാനാണ്. അതായത് ലോകായുക്ത എന്ന് പറയുന്നത് ഉന്നതരായിട്ടുള്ള, അതായത് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി വരെയുള്ള ഉന്നത രാഷ്ട്രീയ അധികാരികളുടെ അഴിമതി എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖല മാത്രം എടുത്ത് അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ പരിശോധനയും പഠനവും അന്വേഷണവും റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് വരെ നടത്തി തെളിവ് ശേഖരിച്ചതിന് ശേഷം അവിടെ ഉത്തരവിറക്കാനുള്ള ഉന്നതാധികാര സമിതിയാണ്. അത് ഏതെങ്കിലും ഒരു ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ താഴെയോ മേളിലോ ആണ് എന്ന് പറയാൻ കഴിയില്ല. അതിന് ആ തരത്തിലുള്ള നിയമസാധുതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോകായുക്തയാണ് ഈ തീരുമാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി തള്ളി എന്നുള്ളത് തെറ്റാണ്. ഹൈക്കോടതിയുടെ മുമ്പിൽ ഇത് ചെല്ലുമ്പോൾ ഞാനതൊരു പെട്ടെന്നൊരു ഉദാഹരണത്തിൽ പറയാം. അതായത് വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കേണ്ട വ്യക്തി ജില്ലാ കളക്ടറുടെ അടുത്ത് കരമടയ്ക്കാൻ ചെല്ലുമ്പോൾ ജില്ലാ കളക്ടർ പറയാണ്, അധികാരി, റവന്യൂ അധികാരിയൊക്കെ ഞാനാണ്, വലിയ ആളും ഞാനാണ്, പക്ഷേ കരമടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. വില്ലേജ് ഓഫീസർ കരമടയ്ക്കാൻ ചെല്ലുമ്പോൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ. വ്യക്തമാണ്, പോയിന്റ് വ്യക്തമാണ് ജയസൂര്യൻ, താങ്കൾ മുന്നോട്ട് പോകും. അപ്പോ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ തെറ്റാണ്. ഈ മൂന്ന് കാര്യങ്ങളും നിയമപരമായി തെറ്റായിട്ട് ജനങ്ങളെ ആടിനെ പട്ടിയാക്കുകയാണ്. പിന്നെ എന്താണ് ജയരാജനില്ലാത്ത ജലീലിന് മാത്രമുള്ള ഒരു പ്രിവിലേജ്? അവിടെയാണല്ലോ കാര്യം. ആ പ്രിവിലേജ് വളരെ ചുരുക്കി പറയാം. ഇവിടെ മറ്റു മന്ത്രിമാരുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ആദ്യകാലം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മന്ത്രിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രിവിലേജ് ഇവിടെ ഈ ജലീലിന്റെ കാര്യത്തിൽ ഇല്ലാത്തതിന്റെ കാരണം, ജലീല് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു വോട്ട് ബാങ്കിന്റെ ഉടമയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ജലീല് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുള്ളയാളാണ്. സിമിയിൽ നിന്ന് വന്ന് ലീഗിൽ പോയി, ലീഗിൽ നിന്ന് CPM എത്തിയതാണ്. ആ ജലീലിന്റെ കയ്യിൽ ഇപ്പോഴും അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. ബിസിനസ് ലോബിയുമായി വഴിവിട്ട ബന്ധം, ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ പിന്നിലുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ തൊടാനുള്ള പേടി, ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പിണറായി വിജയന്റെ ബന്ധവും പാലവും പുറത്തു വരുമെന്നുള്ള പേടി. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും നിലനിൽക്കുന്നത് കൊണ്ടാണ് മുസ്ലിമായ ജലീലിന് മാത്രം ഈ പ്രത്യേകമായ പ്രിവിലേജ് കിട്ടുന്നത്. മുസ്ലിമായ ജലീലിന് മാത്രമായി ഈ പ്രിവിലേജ് കിട്ടുന്നത്, മുസ്ലിമായ ജലീലിന് മാത്രമായി ഈ പ്രിവിലേജ് കിട്ടുന്നത് എന്ന് പറയുകയാണ് ശ്രീ ഫൈസൽ ബാബു, BJP. അങ്ങനെയുണ്ടോ? അതായത് സിമിയിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് വന്ന് അപ്പോൾ സിമിയിലെ ഭീകരവാദ ബന്ധം മുസ്ലിം ലീഗിൽ എത്തിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് അത് CPM-ലേക്ക് എത്തിച്ചു എന്നാണ് ജയസൂര്യൻ പറയുന്നത്. നമുക്ക് ഈ വിഷയത്തെ രാഷ്ട്രീയമായി കാണാം. ഞാൻ രാഷ്ട്രീയമായി കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം ഒരു BJP-യുടെ മാനങ്ങളെ എങ്ങോട്ടൊക്കെയാ പോകുന്നത്, ഒരു പ്രിവിലേജ് ഏത് തരത്തിലാണ് പ്രിവിലേജ് എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. നമുക്ക് KT ജലീലിനെ നമുക്ക് രാഷ്ട്രീയമായി വിമർശിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ ഇപ്പോ ഈ പ്രണയത്തെ ലവ് ജിഹാദാക്കുന്ന ഒരു തരം സംഘപരിവാര രാഷ്ട്രീയത്തോടൊന്നും യോജിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഇതിനകത്ത് വളരെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നമുക്ക് ജലീലിനെ പോലുള്ള ജലീലിന്റെ വിഷയത്തിൽ ഇപ്പോ
നമ്മൾ അന്ധൻ ആനയെ കണ്ട പോലെ എന്ന് പറയുമല്ലോ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു. BJP കാണുന്നത് അന്താരാഷ്ട്ര ഭീകര ബന്ധം സിമി, അതോടൊപ്പം തന്നെയും വലിയ പണക്കാരുമായിട്ടുള്ള ബന്ധം പിൽക്കാലത്തുണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾ കാണുന്നത് മലപ്പുറത്ത് ഈ പറയുന്ന പണക്കാരായിട്ടുള്ള മുൻ മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കമുള്ള നേതാക്കളെ പിണറായി വിജയനിലേക്ക് എത്തിക്കുന്ന പാലമെന്ന്. ജലീൽ യഥാർത്ഥത്തിൽ എന്താ? ജലീലിന്റെ മതവും രാഷ്ട്രീയവും ദർശനവും ഒന്നേ ഉള്ളൂ. പ്രയോജനവാദമാണ് അദ്ദേഹത്തിന്റെ മതവും രാഷ്ട്രീയവും. ഇപ്പോ അദ്ദേഹം CPM-ൽ നിൽക്കുന്നു. ഈ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അൽഫോൺസ് എന്റെ വളരെ പ്രിയപ്പെട്ട ആളാണ്. ഇപ്പൊ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞല്ലോ, ഇടതുപക്ഷം ഫാസിസത്തിനെതിരെ മതേതരത്വത്തിനൊക്കെ വേണ്ടി നടത്തുന്ന വലിയ പോരാട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കഥകളൊക്കെ നൊസ്റ്റാൾജിയാണ്, ഗൃഹാതുരമായ ഓർമ്മകളാണ് പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണൻ ഇവിടെ അവതരിപ്പിച്ചത്. പിന്നെ ജലീലിനെ കുറിച്ച് KT ജലീലിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ജലീൽ ജയിക്കുന്നില്ലേ? ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കൂ, നിങ്ങൾക്ക് കാണാം മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ ജയം എന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണ് സത്യത്തിന്റെ മാനദണ്ഡമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരി, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണ് ശരിയുടെ പാരാമീറ്റർ എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരി നരേന്ദ്രമോദിയാകണ്ടേ? അപ്പോൾ KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ യോഗി ആദിത്യനാഥുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം, ഇപ്പോൾ BJP പ്രതിനിധി അങ്ങനെയാണെങ്കിൽ സംഘപരിവാർ, ഇപ്പോൾ ഇസ്ലാമിക ഭീകര സംഘടന എന്നൊക്കെ പറഞ്ഞ മാതിരി സംഘപരിവാർ രാഷ്ട്രീയം, അപ്പോൾ അതൊന്നും അല്ല വിഷയം. KT ജലീല് CPM-ലെ സാധ്യതകൾ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന BJP-യുടെ പ്രതിനിധി അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അധികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ അഭിനിവേശം, എന്തിനാണ് ജലീല് പിന്നെ CPM-ൽ പോയത്? അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ഇതിനകം തന്നെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ശ്രീ KT കുഞ്ഞിക്കണ്ണന് മറുപടി പറയാൻ ഓർമ്മയിൽ നിൽക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഒരുപക്ഷെ BJP-യിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള സാധ്യതാപക്ഷക്കാരനാണത്രേ KT ജലീൽ. ഈ ഫൈസൽ ബാബുവിനെ പോലുള്ള സുഹൃത്തുക്കൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് നമ്മളെക്കാൾ ബുദ്ധിയും കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ യുക്തിബോധവുമുണ്ട്. അതുകൊണ്ട് യുക്തിരഹിതമായ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വയം പരിഹാസ്യനാവരുത്. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് BJP ആയിട്ട് ഒത്തുകളിക്കുന്നത്. മുത്തലാഖ് നിയമം പാർലമെന്റിൽ വന്നപ്പോൾ യുദ്ധം ചെയ്യാൻ പോയ മനുഷ്യൻ മലപ്പുറത്ത് നിക്കാഹിന് പോയത് ഓർമ്മയുള്ളൂ. ഫൈസൽ ബാബു ഉത്തരം പറയണം. NIA UAPA നിയമം നിങ്ങൾ 19 ആളുകൾ നിന്ന് ജയിപ്പിച്ചു കൊണ്ടുപോയി. ആ 19 ആളും എന്ത് നിലപാടാണ് NIA UAPA നിയമ ഭേദഗതിയിൽ എടുത്തത്? പിന്തുണക്കുകയല്ലേ? നിലപാടെന്താണ് ഓരോ കാര്യത്തിലും? BJP കാരണം ഫൈസൽ ബാബു പറഞ്ഞ കുറെ കാര്യങ്ങൾ നേരിട്ട് യുദ്ധം ചെയ്യുന്നത് ആരാണ്? ഇടതുപക്ഷമാണ്. കേരളത്തിൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് BJP-ക്കും സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭീഷണിക്കുമെതിരായിട്ട് ന്യൂനപക്ഷങ്ങളിൽ വലിയ രക്ഷാബോധം ഉണ്ടാക്കുന്ന ഒരു നേതാവാണ് സഖാവ് KT ജലീൽ. KT ജലീലിന്റെ വ്യക്തിപരമായിട്ട് ഫൈസൽ ബാബുവിനും എനിക്കൊക്കെ എപ്പോഴാണ് സഖാവായത്? KT ജലീല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അംഗമൊന്നും അല്ല ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. സഖാവ് എന്ന് വിളിക്കാൻ ആരെ? എന്റെ നികേഷിനെ പോലുള്ള ആളുകളെങ്കിലും, നികേഷിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ സഖാവ് എന്ന് പറയുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സുഹൃത്തുക്കളാണ് സഖാക്കൾ എന്ന് പറയുന്നത്. സഖാവ് എന്ന് പറയുന്നത് പാർട്ടി അംഗത്തുള്ള ആളുകളെ മാത്രം വിളിക്കുന്ന ആളല്ല. പാർട്ടി അംഗത്വമില്ലാത്ത എത്രയോ ആളുകൾ സഹാക്കളാണ്. ഈ ലോകത്ത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുന്ന എല്ലാ ആളുകളെയും നമ്മൾ എന്താണ് അവരുടെ കൂട്ടത്തിൽ അവർ പരസ്പരം സംബോധന ചെയ്യുന്നത് സഹാക്കൾ എന്നാണ്. അതുകൊണ്ട് സഖാവ് KT ജലീൽ എന്ന് പറയുന്നത് എന്റെ വളരെ സഖാവ് KT ജലീൽ എന്ന് വിളിച്ചോളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്റെ വിഷയം ഇവിടെ ഫൈസൽ ബാബു ഉന്നയിച്ച ആ ഒരു പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധ്യതയുള്ള സാമ്പത്തികമായി ചെലവഴിക്കാനുള്ള കെൽപ്പുള്ള ധനാഢ്യന്മാരായ ആളുകളെ ചാടിച്ച് പിണറായി വിജയനിലേക്ക് എത്തിക്കുന്ന പ്രത്യേക ദൗത്യം മലപ്പുറം ആദ്യം സ്വന്തം നിലയ്ക്ക് ചുവപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെങ്കിൽ അത് സാധ്യമല്ല. 2004 നമ്മളത് കണ്ടതാണ്. അത് സാധ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ പിണറായി വിജയൻ പയറ്റുന്ന തന്ത്രമാണ് KT ജലീൽ എന്ന തുറുപ്പുചീട്ട്. അതാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഫൈസൽ ബാബു. അത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും വ്യത്യസ്ത വിഭാഗങ്ങളും വർഗങ്ങളും ഒക്കെ തന്നെ ഇടതുപക്ഷത്തോട് അടുക്കുന്നതിനെയും കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഇന്ത്യയിലെ വൻകിട ഭൂവുടമകൾ വരെ എന്താണ് ഈ പുതിയ കാർഷിക നിയമത്തിനെതിരായിട്ട് സമരരംഗത്ത് വരികയാണ്. ആ ഫാം നിയമങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്യുന്നവരെന്താണ്? BJP-യുടെ പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? സമ്പന്നരാണ്, ധനിക കൃഷിക്കാരാണ്. ധനിക കൃഷിക്കാർ വരും ഈ നയങ്ങൾക്കെതിരായി. അതുകൊണ്ട് ബിസിനസ്സുകാരും സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ തന്നെ എന്താണ്
ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷയും ജനാധിപത്യവും രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരവും സ്വാശ്രയത്വം ഒക്കെ തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന ഒരു ബദൽ ശക്തി എന്ന നിലക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ അവർ വരുന്നത് കൊണ്ട് ഒരു മോശമുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നില്ല. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു നോക്കൂ, നിങ്ങളുടെ കെറിവ് എന്താണ് കെ ടി ജലീലുമായിട്ട്? ശരിയാണ്, കെ ടി ജലീലിനെതിരെ സ്വർണ്ണക്കടത്ത് ആക്ഷേപമുണ്ടായി. എന്താ സ്വർണ്ണക്കടത്ത്? വേദപുസ്തകത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തി എന്നുള്ളതാണ്. താങ്കൾ നേരത്തെ 2006 കെ ടി ജലീലിന്റെ കുറ്റിപ്പുറത്തെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായ വിജയം 1, 2 പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ കെ ടി ജലീല് അവിശ്രമം പടപൊരുതുന്നു, ഇടതുപക്ഷത്തേക്ക് കൂടുതൽ MLA-മാരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിനിടയിൽ നിങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ എവിടെയെങ്കിലും ക്ലച്ച് പിടിക്കാനായിട്ടുണ്ടോ? ഈ വിധിയിലേക്ക് ഞാൻ വരാം. ഇതിനകത്ത് നമുക്ക് മെറിറ്റിൽ ഡിസ്കസ് ചെയ്യാമെങ്കിൽ 1 സ്വർണ്ണക്കടത്ത്, 2 ഈന്തപ്പഴത്തിൻ്റെ കുരുമാറ്റി അതിൽ സ്വർണ്ണം കടത്തി. കെ ടി ജലീലിനെ ചോദ്യം ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുന്നു പറഞ്ഞില്ലേ. എന്തുണ്ടാക്കി ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ? അപ്പോൾ നിങ്ങൾ BJP-യുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളൊക്കെ ഒപ്പമായിരുന്നില്ലേ അഡ്വക്കേറ്റ് ഫൈസൽ നിലകൊണ്ടത്? നികേഷേ, അതിനു മുമ്പ് നമ്മളെ ബഹുമാന്യനായ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാനൊരു കമന്റ് പറയാം. ഞാൻ ജലീല് ഒരു പക്ഷേ കേൾക്കുന്നുണ്ടോ? കേൾക്കാം പൂർണ്ണമായും. എനിക്ക് മിസ്സായി, നികേഷിന്റെ സൗണ്ട് വോയിസ് ഇടയിൽ എനിക്ക് മിസ്സായി. അല്ല, എന്റെ ചോദ്യം താങ്കൾ കേട്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞാൽ മതി. അല്ല, അതിനു മുമ്പ് ഞാൻ ഒരു ക്ലാരിറ്റി പ്ലീസ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലീല് BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ഒരു പരാമർശം, AP അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന CPM-ന്റെ പാർട്ടി ക്ലാസ്സിലൂടെ വന്ന SFI-യുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലിരുന്ന CPM-ന്റെ MP ആയി അത്ഭുതക്കുട്ടിയായ അദ്ദേഹം ഇപ്പൊ മലപ്പുറത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിക്കാണ്. കേരളത്തിലെ CPM-ന്റെ സിറ്റിംഗ് MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ് മോഡി ബ്രിഗേഡിയറിലൂടെ മോഡിയെ വിജയിപ്പിക്കാനുള്ള നാഷണൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വർത്തമാനകാല സംഭവങ്ങളാണ്. ഞാൻ ഇതിനെ സന്തോഷിക്കുന്ന ആളല്ല. കാര്യം ഇടതുപക്ഷ രാഷ്ട്രീയം ജീർണിക്കുമ്പോ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന CPM ക്ഷയിച്ചു പോകുമ്പോ അതിൽ സന്തോഷിക്കുന്ന ആളെ അല്ല ഞാൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതലത്തിൽ ഇടതുപക്ഷത്തിന് അതിന്റെ ചരിത്രപരമായ റോളുണ്ട്, CPM-ന് അതിന്റെ റോളുണ്ട്. നിങ്ങൾ ഇവിടെ കേരളത്തിലിരുന്ന് ഞങ്ങളെക്കുറിച്ച് എന്ത് പറയുമ്പോഴും വാളയാറ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നമ്മൾ ഒന്നിച്ച് മുന്നണിയാണ്. അതുകൊണ്ട് CPM-നെ വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഒരു ജെന്റിൽമാൻ, ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ സങ്കടമാണ്. നിങ്ങൾ എന്തിനാണ് ഇടതുപക്ഷം പോലുള്ള CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് കെ ടി ജലീലിനെ പോലുള്ള ഒരു മാറാപ്പ് കൊണ്ടു നടക്കേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കൃത്യമായി നിങ്ങളുടെ രാഷ്ട്രീയം നേരെ ചൊവ്വേ പറഞ്ഞാൽ ഫൈസൽ ബാബു, നിങ്ങൾ ഉന്നയിക്കുന്ന ജലീല് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത ശത്രുവാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്താ ജലീല് ചെയ്യുന്ന കുറ്റം എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടണ്ടേ? ഈ ഈന്തപ്പഴത്തില് സ്വർണം കടത്തി എന്ന് പറയുന്നത്, വേദപുസ്തകത്തില് സ്വർണം കടത്തി എന്ന് പറയുന്ന ഈ ആരോപണത്തിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നെങ്കിൽ ജലീല് എന്നെ പിഴുത് മാറ്റപ്പെടുമായിരുന്നു. ജലീലിനെതിരായ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളിൽ എന്തിലെങ്കിലും കഴമ്പുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താനാവോ? ഒരു പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇതവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന വിധി ശരിയാണ്, ഇതൊരു വിധിയായി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ വിധിയായി ഇത് മുന്നിലുള്ളപ്പോൾ തന്നെ ഇതിനകത്ത് ജലീലിൻ്റെ പക്ഷം, അതായത് ഇന്ന് AK ബാലൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ന്യൂനപക്ഷ വികസന ധനകാര്യ കമ്മീഷന്റെ ഒരു ജനറൽ മാനേജർ തസ്തികയിൽ ഒരു സീനിയർ ഉദ്യോഗസ്ഥന്, ഒരു സ്വകാര്യ ബാങ്കിൽ സീനിയർ ഉദ്യോഗസ്ഥന് ഡെപ്യൂട്ടേഷനിൽ 1 വർഷത്തേക്ക് നിയമനം നൽകുന്നതാണോ ഇവിടെയുള്ള ഏറ്റവും വലിയ അധികാര ദുർവിനിയോഗം? അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ പിതൃ സഹോദര പുത്രൻ ഇതേപോലെ തന്നെയുള്ള പദവിയുള്ള ആളെ സഹകരണ കമ്മീഷന്റെ ചെയർമാനാക്കി വെച്ചതൊക്കെ നമ്മൾ ആ നിലയിൽ കാണേണ്ടി വരില്ലേ? വീണ്ടും മിസ്സായി. വോയിസ് അടക്കം മിസ്സാവുന്നുണ്ട്. ഓക്കെ, ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജയസൂര്യൻ, നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയെ രാജിവെപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞല്ലോ. കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം 2-ന് അധികാരത്തിൽ വരാനിരിക്കുന്ന ഒരു പുതിയ സർക്കാർ വരെ കാത്തു നിൽക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ആയാലും BJP-യെ സംബന്ധിച്ചിടത്തോളം ആയാലും. നികേഷേ, നിങ്ങള്
ലോകായുക്ത പോലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അഴിമതി നിരോധനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം KT ജലീലിനോട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം, പരാമർശമല്ല, അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് ക്യാപ്റ്റനോട്, ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ ക്യാപ്റ്റൻ പാർട്ടിയാണ് എന്ന് പറയുന്ന P. ജയരാജന്റെ പരാമർശവും കൂടി ചേർത്ത് വെക്കുകയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞ തൂക്കി എറിയൂ എന്നാണ് ലോകായുക്ത പറഞ്ഞിട്ടുള്ളത്. അതൊരു നിയമ സ്ഥാപനമായതുകൊണ്ട് അവരുടെ ലാംഗ്വേജിലാണ് സംസാരിക്കുക. പക്ഷെ കവി ഉദ്ദേശിച്ചത് ഇതാണ്, KT ജലീലിനെ ചെവിക്കുന്നിക്ക് പിടിച്ചിട്ട് തൂക്കി എറിയൂ മിസ്റ്റർ പിണറായി വിജയൻ എന്നാണ് ലോകായുക്ത പറഞ്ഞതിന്റെ പച്ചക്കുള്ള ഭാഷാന്തരം അല്ലെങ്കിൽ അതിന്റെ മൊഴിമാറ്റം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 5 വർഷം KT ജലീൽ കൈകാര്യം ചെയ്ത പോർട്ട്ഫോളിയോ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസം പോലുള്ള അദ്ദേഹം കൈകാര്യം ചെയ്ത പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പോളിസി അല്ലെങ്കിൽ ഒരു നിലപാടെടുത്തതിന്റെ പേരിലല്ലല്ലോ KT ജലീൽ കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി ചർച്ച ചെയ്യപ്പെട്ടത്. അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടത് ബന്ധു നിയമനത്തിന്റെ പേരിലാണ്, അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടത് മാർക്ക് ദാനത്തിന്റെ പേരിലാണ്. മാർക്ക് ദാനത്തിൽ കേരളത്തിന്റെ ഗവർണറുടെ കെയർ ഓഫിലൊക്കെയാണല്ലോ അദ്ദേഹം ഈ ന്യായീകരണം പറയുന്നത്. കൃത്യമായി കേരളത്തിന്റെ ഗവർണർ പറഞ്ഞു, സാങ്കേതിക സർവകലാശാലയിലെ മാർക്ക് ദാനത്തിൽ KT ജലീൽ അതിന്റെ അദാലത്തിൽ പങ്കെടുത്തിട്ട് അമിതാവേശം കാണിച്ചു, അദ്ദേഹം ക്രമരാഹിത്യം കാണിച്ചു എന്ന് ഗവർണർ പരാമർശം നടത്തി. KT ജലീൽ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടത് ഭൂമി വിവാദത്തിന്റെ പേരിലാണ്. ഞാൻ വരുന്നത് എന്റെ തിരൂരിലെ മലയാളം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ആ മലയാളം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഭൂമി അവിടുത്തെ ഒരു 2000-3000 ഇതിന് വളരെ ചീപ്പ് റേറ്റിന് കളക്ട് ചെയ്തിട്ട് ഇത് വലിയ തുകക്ക് സർക്കാരിലേക്ക് വിൽക്കുന്ന ഈ കച്ചവടത്തിന്റെ ദല്ലാളായി, ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ കച്ചവടങ്ങളുടെയും ഡീലുകളുടെയും ദല്ലാളായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടത് ഭൂമി വിവാദത്തിലാണ്. KT ജലീൽ പിന്നെ ചർച്ച ചെയ്യപ്പെട്ടത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ബന്ധത്തിലാണ്. KT ജലീൽ ചർച്ച ചെയ്യപ്പെട്ടത് UAE കോൺസുലേറ്റിൽ നിന്നും പാഴ്സൽ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ്. അങ്ങനെ 5 വർഷം കളങ്കിതനായ ഒരു മനുഷ്യനെ പിണറായി വിജയൻ, ഞാൻ ലീഗും KT ജലീലും തമ്മിലുള്ള ഒരു സ്പർദ്ധ, ഒരു അകൽച്ച അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിദ്വേഷം അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. താങ്കൾക്ക് അത് മറുപടി പറയാനുള്ള അവസരവുമായി മാറ്റാൻ കഴിഞ്ഞു. ദയവായി തുടരുക. ശ്രീ ജയസൂര്യൻ, എന്തായാലും ഈ സർക്കാർ 3 മാസത്തെ കാലാവധിയുണ്ട് മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ കീഴ്ക്കോടതി വിധി അനുസരിച്ച് ഞങ്ങൾ KT ജലീലിനെ നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹത്തിൽ നിന്ന് രാജി വാങ്ങാനും ഉദ്ദേശിക്കുന്നില്ല. ജലീലാണെങ്കിൽ സത്യം ജയിക്കുമെന്ന നിലപാടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 2-ാം തീയതി വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനാകെ സാധിക്കുക. അതൊരിക്കലും ശരിയല്ല. അങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ലോകായുക്തയ്ക്ക് അറിയാമല്ലോ. പക്ഷെ ലോകായുക്ത വളരെ ശക്തമായിട്ട്, ചരിത്രത്തിലെ ഏറ്റവും ശക്തമായിട്ടും വ്യക്തമായിട്ടുമുള്ള ഒരു വിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്വയം രാജിവെച്ച് പോകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് ലോകായുക്ത പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഹൈക്കോടതിക്കോ ഒരു സുപ്രീം കോടതിക്കോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല നേരിട്ട് അന്വേഷണം നടത്തി തെളിവെടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുക എന്നുള്ളത്. പക്ഷെ ലോകായുക്തയ്ക്ക് അത് സാധിക്കും. നേരിട്ട് അന്വേഷണം നടത്തി തെളിവെടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള സംവിധാനം ലോകായുക്തയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലോകായുക്തയാണ് ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, ബോധ്യപ്പെട്ടതിന് ശേഷം ഇത്ര കർശനമായ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അത് പിന്നെ കീഴ്ക്കോടതിയോ മേൽക്കോടതിയോ എന്നുള്ള തർക്കത്തിന്റെയും കാര്യമില്ല. വസ്തുത ബോധ്യപ്പെട്ട ഒരു കോടതി, ഒരു പ്രത്യേക ഭരണഘടനാ സ്ഥാപനം വ്യക്തമായി അസന്നിഗ്ധമായി കാര്യങ്ങൾ പറഞ്ഞു. സ്വയം രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷമാണോ 20 ദിവസമാണോ മന്ത്രിസഭയുടെ കാലാവധി തീരുകയാണോ എന്നൊന്നും കാത്തിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ കാത്തിരുന്നാൽ അത് ഇന്ത്യൻ ഭരണഘടനയോടും നിയമ സംവിധാനത്തോടുമുള്ള അക്ഷന്തവ്യമായ അപരാധമായിരിക്കും. മാത്രമല്ല അഴിമതിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡുമായിരിക്കും. ഇത് അഴിമതിയാണല്ലോ കാരണം. ലോകായുക്ത അന്വേഷിക്കുന്നത് ക്രിമിനൽ കേസല്ലല്ലോ, സിവിൽ കേസല്ലല്ലോ. ലോകായുക്ത അന്വേഷിക്കുന്നത് അഴിമതിയാണ്. അഴിമതിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ്. അപ്പൊ അഴിമതി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനുമുള്ള ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം ഇത്ര കടുത്ത ഭാഷയിൽ ഇത് പറഞ്ഞെങ്കിൽ വ്യക്തമായ തെളിവ് അവരുടെ കയ്യിലുണ്ട്, ലോകായുക്തയുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷം വൈകാതെ പുറത്ത് കളയണം, മുഖ്യമന്ത്രി പുറത്ത് കളയണം. സ്വയം രാജിവെച്ചാൽ അദ്ദേഹത്തിന് നല്ലത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്ത് കളഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും നല്ലത്, പ്രത്യേകിച്ച് കേരളത്തിനും നല്ലത്. പക്ഷെ അത് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ CPM-ന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഞങ്ങൾ ഈ കൊള്ളക്കാരന്റെ അഴിമതിക്കാരന്റെയും ദാസന്മാരാണ്. ജയരാജനില്ലാത്ത പ്രിവിലേജ് ജലീലിനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരളീയ പൊതുസമൂഹത്തിന്റെ ചോദ്യമായിട്ട് ഉയരുക തന്നെ ചെയ്യും. അത് കേവലം ഒരു BJP-കാരന്റെ മാത്രം ആരോപണമാവില്ല, അത് കേരളീയ പൊതുസമൂഹത്തിന്റെ ചോദ്യമായിട്ട് ഉയരും. അതൊക്കെ ഉണ്ടാക്കാതെ
ഏറ്റവും മാനം മര്യാദയായിട്ട് തുടരാം. ഇനി അതുമല്ല, പിണറായി വിജയന് ഉറപ്പാണ് അടുത്ത ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും ഉറപ്പാണ് എങ്കിൽ ഈ കെ ടി ജലീൽ ഏറ്റവും വലിയ ബാധ്യതയാകും. ആ സമയത്ത് കെ ടി ജലീലിനെ വീണ്ടും മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുമ്പോൾ ഈ പാപഭാരം പേർന്ന ഒരാളിനെ മന്ത്രിയാക്കിക്കൊണ്ട് വേണം അദ്ദേഹത്തിന് അടുത്ത തവണ തുടരേണ്ടി വരിക. അതും ശ്രീ പിണറായി വിജയൻ ചിന്തിക്കേണ്ടതാണ്, ഇടതുപക്ഷ മുന്നണിയും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മലീമസമായ അപകടകരമായ ഈ അധ്യായം അവസാനിപ്പിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി അത് ചെയ്യണം. മര്യാദയൊന്നും ജലീലിന്റെ ഭാഗത്തുണ്ടാവില്ല, ബാലന്റെ ഭാഗത്തുണ്ടാവില്ല. അദ്ദേഹം നിയമപരമായിട്ട് നേരിടുമെന്ന് പറഞ്ഞു. അപ്പൊ ബാലനും ജലീലും പറയുന്നത് മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷയാണ് എന്ന് ഞങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് തിരുത്താൻ അവസരമുണ്ട്. അത് തിരുത്തിയില്ല എങ്കിൽ ഏറ്റവും വലിയ അപകടം സംഭവിക്കാൻ പോകുന്ന ഇടതുപക്ഷ മുന്നണി. ശരിയാണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ താങ്കൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ ഇപ്പോൾ സൂചിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, ഈ ലോകായുക്തയ്ക്ക് പല്ലും നഖവും വേണം എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യമായിരുന്നല്ലോ. അങ്ങനെയാണ് അന്നാ ഹസാരയുടെ സമരം, അതിൽ നിന്ന് രൂപമെടുത്തതാണ് ആം ആദ്മി പാർട്ടി. ഇടതുപക്ഷം സജീവമായി ആ സമരത്തിനോടൊപ്പമുണ്ടായിരുന്നു. ഇടതുപക്ഷം എന്ന് കൂട്ടണ്ട, രാജ്യത്തെ ഇടതുപക്ഷ മനസ്സാകെ ആ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കോടതികളിൽ ഒരു കേസ് എത്തിപ്പെട്ടാൽ അതിന് എടുക്കുന്ന കാലതാമസം, മാത്രമല്ല ഹൈക്കോടതി പോലുള്ള ഭരണഘടനാ പദവിയുള്ള കോടതികളെ സംബന്ധിച്ചിടത്തോളം തെളിവെടുത്ത് ഇക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെയാണ് ഇത്തരം കേസുകൾക്ക് മാത്രമായി ലോകായുക്ത രൂപീകൃതമായത്. പല്ലും നഖവും വേണം ലോകായുക്തയ്ക്ക് എന്നാവശ്യപ്പെട്ടത് ഇന്ത്യയിലെ ഇടതുപക്ഷ മനസ്സാണ് പ്രധാനമായും. എങ്ങനെയാണ് ഇതിന് പല്ലും നഖവും കൊടുക്കുക? അത് വെറും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇത്തരം ധീരമായ ജഡ്ജ്മെൻറ്റുകളെ അംഗീകരിക്കുക എന്നതിൽ കൂടിയാണ്. അതായത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ലോകായുക്ത വിധിയെ തുടർന്ന് കെ ടി ജലീലിനെ നീക്കം ചെയ്യുകയാണ് എങ്കിൽ ഇന്ത്യയിൽ ആകെയുള്ള സർക്കാരുകൾക്ക് അത് ബാധകമാകും, ഒരു കീഴ്വഴക്കമാകും. അതിന് കൊടിപിടിക്കാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇതിൽ വിഷയം. രണ്ടാമത്തേത്, ഈ ബന്ധു നിയമനം നമ്മുടെ നാട്ടിലെ വലിയ ശാപമായി ബന്ധു നിയമനം മാറിയിരിക്കുന്നു. അത് ഞാൻ ഒരിക്കലും LDF സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇതൊരു ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഇതൊരു അശ്ലീലമായി നമ്മുടെ നാട്ടിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് മാറ്റാൻ ഈ പറയുന്ന വിധിയെ അംഗീകരിക്കൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകായുക്തത്തിന്റെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പരിശോധിക്കട്ടെ, അദ്ദേഹത്തിന് സാവകാശം വേണം, നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് സവിശേഷമായ ഒരു കേസാണ്. ഇത് ലോകായുക്ത തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിലെത്തിയ ഒരു കേസാണ്. ഹൈക്കോടതി, ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് പോലെ ഹൈക്കോടതി ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുണ്ട്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നടത്തിയ നിയമനമാണിത്. ആ നിയമനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ അഴിമതി നിരോധന നിയമം ലംഘിച്ചിട്ടുണ്ടോ, നിയമന നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്ന് കോടതി പൊതുവായി പരിശോധിക്കുകയും അതിൽ അഭിപ്രായം പറയുകയും ചെയ്തുകൊണ്ടാണ് ഈ പരാതി നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തിയത്. അങ്ങനെ സവിശേഷമായ ഒരു ചരിത്രം ഈ കേസിലുണ്ട്. ആ ചരിത്രത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിൽ നിയമപരിശോധന. ഇതെല്ലാം പറയുമ്പോഴും താങ്കൾക്കറിയാം ലോകായുക്ത ഇതിങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കൂ, EP ജയരാജന് എന്താ സംഭവിച്ചത്? EP ജയരാജന്റെ പേരിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വരികയും അത് കോടതി പരിശോധിക്കുകയും കോടതിയുടെ പരിശോധനയ്ക്ക് ശേഷം EP ജയരാജൻ മന്ത്രി പദവിയിൽ തിരികെ എത്തുകയും ചെയ്തു. എന്താ നമ്മുടെ ശശീന്ദ്രന് സംഭവിച്ചത്? എന്താ നമ്മുടെ തോമസ് ചാണ്ടിക്ക് സംഭവിച്ചത്? അവരെല്ലാം ഇക്കാര്യത്തിൽ അപ്രോപ്രിയേറ്റ് ബോഡിയുടെ, അത് ചിലപ്പോൾ ആദ്യത്തെ പ്രാഥമികമായ ബോഡി തന്നെ ആയിരിക്കാം, ആ പ്രാഥമികമായ ബോഡിയുടെ പരിശോധനയ്ക്ക് വിധേയമാകും. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക മാത്രമല്ലല്ലോ, തെറ്റ് ചെയ്യുന്നില്ല എന്ന് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണമെന്നാണല്ലോ നിങ്ങൾ ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്നവർ ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോൾ നേരത്തെയുള്ള ഹൈക്കോടതി വിധിയുടെയൊക്കെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തീരുമാനത്തിൻ്റെയൊക്കെ ചുവട് പിടിച്ച് വർത്തമാനം പറയുന്നതിന് പകരം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ, അഴിമതി അന്വേഷിക്കാൻ നിയുക്തമായിട്ടുള്ള ഡെസിഗ്നേറ്റഡ് കോർട്ട്, അതൊരിക്കലും കീഴ്ക്കോടതിയല്ല, ഡെസിഗ്നേറ്റഡ് കോർട്ട് അന്വേഷണം നടത്തി വിചാരണ നടത്തി ഇതാ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ആ തീർപ്പ് നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ വെറും പരാമർശമല്ല, അതൊരു തീർപ്പ് തന്നെയാണ്, അതൊരു പ്രഖ്യാപനമാണ്. ഖണ്ഡിതമായി അങ്ങനെ ആ കോടതി പറയുമ്പോൾ എന്താ കെ ടി ജലീലിനോട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആവശ്യപ്പെടേണ്ടത്? നിങ്ങൾ രാജിവെക്കൂ,
നമുക്ക് ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതിയിൽ പോയി അനുകൂല തീരുമാനമുണ്ടാവുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് നിങ്ങളെ നിയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കണ്ടേ സാർ? നികേഷ് ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ കണ്ട് ഈ കേസ് സവിശേഷമായ ഒരു കേസാണ്. ഇത് കേരള ഹൈക്കോടതി പരിശോധിച്ചാണ്. ഗവർണർ ഈ കേസിന് അനുമതി വാങ്ങാതെ കോടതിയിൽ പോയത്. കോടതി വളരെ രൂക്ഷമായി പരാതിക്കാരനെ ശാസിച്ചൊരു കേസാണിത്. ഈ കേസില് കേരള അഴിമതി നിരോധന നിയമവും അതേപോലെ തന്നെ 58 കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റിംഗ് സർവീസ് റൂൾസും ലംഘിച്ചിട്ടില്ല എന്ന് കോടതി തന്നെ അഭിപ്രായം പറയുകയും ഇതിന് പരാതിക്കാരന്റെ കയ്യിൽ വസ്തുതാപരമായ ഒരു വിശദമായ തെളിവും വിവരങ്ങളുമില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തുകയും ചെയ്തൊരു കേസാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ കോടതിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താനാവുക? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ആ കോടതിയോട് പോയിട്ട് കെ ടി ജലീൽ കുറ്റക്കാരനാണെന്ന് വിധിക്കണമെന്ന് പറയാൻ ആ പരാതിക്കാരന് സാധിക്കില്ലല്ലോ. ആ കോടതിയിലേക്ക് ഫിറോസ് പോയത് വിജിലൻസ് ഈ വിഷയത്തിൽ കേസെടുക്കുന്നില്ല എന്ന് പരാതിപ്പെടാനാണ്. വിജിലൻസ് കേസെടുക്കണമെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഗവർണറുടെ അനുമതി വേണം. നിങ്ങൾ ഗവർണറുടെ അനുമതി മേടിച്ചിട്ട് വരൂ എന്ന് പറയുന്നു. ഗവർണറുടെ അടുത്തേക്ക് പോയപ്പോൾ പറയുന്നു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് അനുമതി നൽകേണ്ടത്, നിങ്ങൾ അവിടെ പോയി ചോദിക്കൂ എന്ന് പറയുന്നു. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്നില്ല. ആ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഹർജി പിൻവലിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഹർജി പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം വളരെ പ്രധാനമാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു, അഴിമതി നിരോധന നിയമം അനുസരിച്ച് അതിന്റെ 17-ാം വകുപ്പ് അനുസരിച്ച് ഈ പരാതിക്കാരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പരാതി അനുസരിച്ച് ഈ ആരോപിതന് മേൽ ക്രിമിനൽ കുറ്റം ചുമത്താനാവില്ല. സർക്കാരിന് വേണ്ടി അതിൽ അറ്റോർണി ജനറൽ അഫിഡവിറ്റ് ഉദ്ധരിച്ചു ഹൈക്കോടതി. അഫിഡവിറ്റ് ഉദ്ധരിച്ചുകൊണ്ട് നിയമനത്തിൽ യാതൊരു വിധത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിന്റെയും കൂടി പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഗവർണറുടെ പരാതി അപേക്ഷ തള്ളിക്കൊണ്ടുള്ള തീർപ്പിനെയും കാണേണ്ടത്. ഇതെല്ലാം തന്നെ കേരളം വേണ്ടതിലധികം ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോൾ ലോകായുക്തത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ വിധി, ഈ തീരുമാനം മുഖ്യമന്ത്രി പരിശോധിക്കട്ടെ. അതിന് ദുർബലമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അന്തിമമായി പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു കെ ടി കുഞ്ഞിക്കണ്ണൻ. എനിക്ക് ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ, ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ നികേഷ്. ഇവിടെ കത്വ ഫണ്ട് പിരിച്ച് മുഖ്യ ആളുകളാണ് ഞങ്ങളെ ധാർമ്മികത. നിങ്ങൾക്ക് ഇതിനകത്ത് മെറിറ്റില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് കത്വയിലേക്ക് ഓടുന്നത്. ഇതിനകത്ത് മെറിറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ് കത്വയിലേക്ക് ഓടുന്നത്. മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കുന്നത്. ശരി, ഫൈസൽ ബാബു കൺക്ലൂഡ് ചെയ്തോളൂ. മുഖ്യമന്ത്രി പരിശോധിക്കട്ടെ. ഇനിയിപ്പോൾ നിയമമന്ത്രി പറഞ്ഞാൽ, നിയമമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടാണോ ഇത് പറയുന്നത്? ഇല്ല, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചില്ല എന്നാണ്. മുഖ്യമന്ത്രി കോവിഡ് ബാധിതനായി ആശുപത്രി കിടക്കയിലാണ്. മുഖ്യമന്ത്രി ഇതൊക്കെ പരിശോധിക്കുമല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരുമാരുമായി സംസാരിക്കുന്നതിനുള്ള സംവിധാനം ആ മുറിയിൽ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയട്ടെ അന്തിമമായി. അദ്ദേഹം ഇന്നലെ വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു മന്ത്രിയാണ്. അദ്ദേഹം പബ്ലിക്ലി ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുമ്പോൾ ഇത്രമേൽ ഈ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്ന രീതിയിൽ ഇതൊക്കെ വളരെ കൃത്യമായി നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടില്ല? രാത്രി 9 മണിക്ക് ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് ഒളിച്ചോടാണ് അദ്ദേഹം ചെയ്തത്. ഇടതുപക്ഷം വലതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് അവർ പറയുന്നത് അവരുടെ വ്യതിരിക്തത നൈതികതയിലും ധാർമ്മികതയിലുമൊക്കെയാണ്. കെ ടി ജലീൽ എന്ന് പറയുന്ന കള്ളനെ കഞ്ഞി വെച്ചു കൊടുത്ത മഹാകള്ളനായിരുന്നു ശ്രീ പിണറായി വിജയൻ എന്ന് കാലം രേഖപ്പെടുത്തപ്പെടാൻ പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് മാത്രമാണ്. ശരി, വളരെ നന്ദി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. നമസ്കാരം.